ഏതായാലും അമ്പുക്ക മനസ്സ് വിഷമിച്ച് തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചായിട്ട് പ്രഖ്യാപിച്ചു. അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു. ജി സുധാകരനെയും PK ശശിയും സുരേഷിനെയും അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് സമീപകാലത്ത് പിണങ്ങി പിരിഞ്ഞു പോകുന്നുള്ള എല്ലാ ആളുകളെയും കൂട്ടിച്ചേർത്ത് ഒരു മഴവിൽ മുന്നണി ഉണ്ടാക്കിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയെയും ഈ അമോഷനിസം മരുമോനിസത്തെയൊക്കെ വിമർശിക്കാനും എതിർക്കാനുമാണ് പുള്ളി വിചാരിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു ഉദ്യമമാണ്. പക്ഷേ ഞാൻ പറയാൻ വന്ന മമതാ ബാനർജിയുടെ കാര്യമാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കിട്ടി ഇപ്പോൾ എത്ര ദിവസമായി ഇല്ലേ? ഈ സമയത്തിനുള്ളിൽ PV അൻവറിന് വേണമെങ്കിൽ ബംഗാളിൽ പോയി പ്രചരണം നടത്താമായിരുന്നു, മമതാ ബാനർജിയെ മര്യാദക്കായിരുന്നെങ്കിൽ. അത് ചെയ്തില്ല. മമതാ ബാനർജി ഇദ്ദേഹത്തെ ഏതാണ്ട് രണ്ടാം കെട്ടിൽ ജനിച്ച മകനെ പോലെയാണ് കണക്കാക്കിയത്. അതുകൊണ്ടാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുതിയ മാർക്സിസ്റ്റ് സ്വതന്ത്ര കൂട്ടായ്മ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. നേരെ മറിച്ച് PV അൻവർ ഈ പശ്ചിമ ബംഗാളിൽ പോയി മുർഷിദാബാദിലും മാൽഡയിലും അല്ലെങ്കിൽ 24 പാർഗാനാസിലും അതുമല്ലെങ്കിൽ കാൽക്കട്ടയിലുമൊക്കെ പോയി മമതാ ബാനർജിക്ക് വേണ്ടി പ്രസംഗിച്ചിരുന്നെങ്കിൽ അവർക്ക് ഇന്നിപ്പോൾ ഒരു ആശങ്കയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ തൃണമൂൽ കോൺഗ്രസ് ജയിച്ചാൽ.